ഹായ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡൽഹി സുൽത്താനേറ്റിലെ ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസും അവിടുത്തെ ഇമ്പോർട്ടന്റ് റൂളേഴ്സിനെ പറ്റി പഠിക്കുകയായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു സമ്മറി പ്ലസ് ഡൽഹി സുൽത്താനേറ്റിലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സി ഡൈസിന്റെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഡ്യൂറിങ് ഡൽഹി സുൽത്താനേറ്റ് ടൈം പീരീഡ് എപ്പോഴാണ് 1000 അല്ലെങ്കിൽ 1206 CE ടു 1526 CE വരെയുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ആണ് ഇന്ത്യയിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു നോക്കിയാൽ ഒരു മൊണാർക്കിയൽ റൂൾ ആയിരുന്നു. സുൽത്താൻ ആയിരുന്നു എല്ലാവരുടെയും ഹെഡ്, അല്ലെ? എല്ലാവർക്കും അറിയാം. ഓരോ ഡൈനാസ്റ്റിയിലും സുൽത്താൻ ആയിരുന്നു സുപ്രീം പവർ. പിന്നെ സുൽത്താൻ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ നടത്തി വന്നിരുന്നത്. സുൽത്താൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. അതനുസരിച്ചാണ് ബാക്കി താഴെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് അനുസരിച്ചുകൊണ്ടിരുന്നത്. സുൽത്താന്റെ ആ ഒരു ഓർഡർ സുപ്രീം ആയിരുന്നു. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവർ ചെയ്തിരുന്നത്. ആൻഡ് ഡൽഹി സുൽത്താനേറ്റ് ആണ് പേർഷ്യൻ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത് പേർഷ്യൻ ലാംഗ്വേജിലായിരുന്നു. ഇനി ഇവരുടെ മെയിൻ പില്ലേഴ്സ്, ഡൽഹി സുൽത്താനേറ്റിന്റെ മെയിൻ പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മിലിറ്ററി, റവന്യൂ, ജസ്റ്റിസ്, റിലീജിയൻ. ഒക്കെ ക്ലിയർ ആണല്ലോ. അതുപോലെ ഡൽഹി സുൽത്താനേറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഡിസ്റ്റിങ്ക്ട് സിസ്റ്റമാണ് ഇക്ത സിസ്റ്റം. അതായത് ദ ഹോൾ ലാൻഡിനെ വേരിയസ് ഇക്താസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ ഭരിക്കാനായിട്ടും അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇക്താദാറിനെ അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ സാലറി അവിടുന്ന് കിട്ടുന്ന ടാക്സ് നിന്നായിരിക്കും ബാക്കി സുൽത്താനെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇക്ത സിസ്റ്റം. സോ ഇക്ത സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹി സുൽത്താനേറ്റിലെ റൂളേഴ്സ്, എസ്പെഷ്യലി അലാവുദ്ദീൻ ഖിൽജി. ക്ലിയർ അല്ലേ? ഇനി അഡ്മിനിസ്ട്രേഷൻ മെയിൻ ആയിട്ട് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. കാരണം ഇവർ പക്ക ഒരു ഇസ്ലാം റൂളേഴ്സ് ആണ്. അപ്പം ഇവരുടെ അഡ്മിനിസ്ട്രേഷനും ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. പക്ഷെ അത് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ക ഒരു എന്താ പറയാ അറേബ്യൻ ഇസ്ലാമിക് റൂൾസ് അല്ല, ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാവുന്ന ഇസ്ലാമിക് റൂൾസ് വെച്ചിട്ടാണ് ഇവര് ഭരിച്ചുകൊണ്ടിരുന്നത്. ആര്? ഡൽഹി സുൽത്താനേറ്റ്. ക്ലിയർ അല്ലേ? അടുത്താണ് നമ്മൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ഡൽഹി സുൽത്താനേറ്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് ആരൊക്കെയായിരുന്നു? സെൻട്രൽ ഗവൺമെന്റിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ള ആള് ആര് തന്നെയാണ്? നമ്മുടെ സുൽത്താനാണ് മെയിൻ റൂളർ അല്ലെങ്കിൽ മൊണാർക്ക്. അദ്ദേഹത്തിനാണ് സുപ്രീം പവർ. എല്ലാ കാര്യത്തിലും സുപ്രീം പവർ അദ്ദേഹത്തിനാണ്. മിലിറ്ററിയുടെ കേസിലാണെങ്കിലും സിവിൽ മാറ്റേഴ്സിന്റെ കേസിലാണെങ്കിലും ജുഡീഷ്യൽ കാര്യങ്ങളുടെ കേസിലാണെങ്കിലും എല്ലാ കാര്യത്തിലും സുപ്രീം പവർ എപ്പോഴും സുൽത്താൻ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ താഴെയുള്ള അടുത്ത മെയിൻ ഓഫീസറാണ് നായം അഥവാ ഡെപ്യൂട്ടി സുൽത്താൻ. ഇദ്ദേഹം ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഓഫീസസിന്റെയും കാര്യങ്ങളും തീരുമാനിക്കും. ഇപ്പൊ നമ്മള് ദിവാനായി അർസ്, ദിവാനായി ബൻവാഗൻ, ദിവാനായി എന്താ പറയാ കോഹി ഇതൊക്കെ പറഞ്ഞ പല പല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും റിലീജിയസ് ഡിപ്പാർട്ട്മെന്റും സ്ലേവിനെ പറ്റിയുള്ള ഡിപ്പാർട്ട്മെന്റും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും പഠിക്കും. ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന ആളായിരുന്നു നായിബ് അഥവാ ഡെപ്യൂട്ടി സുൽത്താൻ. അടുത്താണ് ദിവാൻ ഐ വിസാറത്ത്. വിസാറത്ത് ഇത് എന്തിന്റെ ഹെഡാണ്? റവന്യൂ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്ന ഓഫീസാണ് ദിവാൻ ഐ വിസാറത്ത്. ദിവാൻ ഐ വിസാറത്ത് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഓഫീസാണ്. അതിന്റെ ഓഫീസറാണ് വാസർ. അടുത്താണ് ദിവാൻ ഐ അറസ്. ഏത് ഡിപ്പാർട്ട്മെന്റാ? മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. അറസ് ഐ മുമാലിക്. ഈ അറസ് ഐ മുമാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് മിലിറ്ററിയാണ്. പക്ഷെ ഇദ്ദേഹം അല്ല കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫ് എപ്പോഴും സുൽത്താനാണ്. കാരണം ഇപ്പൊ ഇൻ കേസ് ഈ അറസ് ഐ മുമാലിക്കിന് കമാൻഡർ ചെയ്യാനുള്ള പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? കൂപ്സ് ഉണ്ടാവും. മിലിറ്ററി കൂപ്സ് എന്ന് പറയില്ലേ? പട്ടാളം ഭരണം ഏറ്റെടുത്തിട്ട് രാജാവിനെ പുറംചാടിക്കും. അപ്പം മിലിറ്ററി കൂപ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവിടുത്തെ മിലിറ്ററി കമാൻഡർ സുൽത്താൻ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന മിലിറ്ററി ഹെഡ് ചെയ്യുന്ന ആളുടെ പേരാണ് അരസ് ഐ മുമാലിക്. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കമാൻഡർ എന്നാ പറഞ്ഞത്, പക്ഷെ കമാൻഡർ എപ്പോഴും സുൽത്താനാണ്. മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ആളുടെ പേരാണ് അരസ് ഐ മുമാലിക്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള്
മെയിൻ ആയിട്ടുള്ള ഹെഡ് സുൽത്താൻ, അദ്ദേഹത്തിന്റെ താഴെ നായിബ് ഉണ്ട്. നായിബ് എന്താണ്? ഡെപ്യൂട്ടി സുൽത്താൻ, അഥവാ എല്ലാ ഓഫീസസും കൺട്രോൾ ചെയ്യുന്നത് നായിബ് ആയിരിക്കും. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിവാനായി വിസാറത്ത്, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോൾ ചെയ്യുക. വാസർ, ഓഫീസറിന്റെ പേരാണ് വാസർ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനായി അർസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഹെഡ് അരിസ് ഐ മുമാലിക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇനി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിലിറ്ററി അല്ലെങ്കിൽ ആർമിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് റോയൽ ആർമി, രാജാവും അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് അദ്ദേഹത്തെ കൺട്രോൾ, ലൈക്ക് അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും പടയ്ക്ക് റെഡിയായി നിൽക്കുന്ന ഒരു റോയൽ ആർമി ഉണ്ടായി. ഗവർണേഴ്സ് ആർമി അഥവാ പ്രൊവിൻഷ്യൽ ആർമി, ഓരോ പ്രൊവിൻസസിനും അവരുടേതായിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു. ഫ്യൂഡൽ ആർമി, വാർ ടൈം ആർമി, വാറിന്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർത്ത് വാർ ആർമി ഉണ്ടായിരുന്നു. ഫ്യൂഡൽസിന്റെ ആർമി ഉണ്ടായിരുന്നു. അപ്പൊ 4 ഡിവിഷൻസ് ആണ് ഡൽഹി സുൽത്താനേറ്റിലെ ആർമിയിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് റോയൽ ആർമി, 2 ഗവർണേഴ്സ് ആർമി ഓർ പ്രൊവിൻഷ്യൽ ആർമി, 3-മത്തത് ഫ്യൂഡൽ ആർമി, 4-മത്തെ വാർ ടൈം ആർമി. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതുപോലെ ചെഹര സിസ്റ്റം, അതായത് സോൾജിയേഴ്സിനെ പറ്റി ഒരു പക്ക ഒരു ലിസ്റ്റിംഗ് ഉണ്ടാക്കി. ബയോമെട്രിക് സിസ്റ്റം ആണ്. സോൾജിയേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതിനെ ബേസ് ചെയ്തായിരുന്നു അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അടുത്താണ് ഡാക് സിസ്റ്റം. ഡാക് സിസ്റ്റം മറ്റൊന്നുമല്ല, ഫോഴ്സസിനെ ബ്രാൻഡ് ചെയ്ത് ലാടൻ അടിച്ച് അവരെ വേരിയസ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരുന്നു. അതാണ് ഡാക് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ചെഹര സിസ്റ്റം, ഡാക് സിസ്റ്റം. അടുത്താണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം നോക്കി, അടുത്ത സ്ലൈഡ് നോക്കിയിട്ടുണ്ട്. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ റിലീജിയസ് ഓഫീസർ, അതിനെ വിളിക്കുന്ന പേരാണ് ദിവാൻ ഐ റസാലത്ത്. ഓക്കെ, അതാണ് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന ഓഫീസിനെ വിളിക്കുന്ന പേരാണ് ദിവാൻ ഐ റസാലത്ത്. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. അതിന്റെ ഹെഡായിട്ടുള്ള സാദർ, ദിവാൻ ഐ റസാലത്ത് എന്ന് പറഞ്ഞ റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസർ, അത് ഹെഡ് ചെയ്യുന്നത് സാദർ എന്ന് പറയുന്ന ഓഫീസറാണ്. ഈ പറയുന്ന, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? മുസ്ലിം ലോസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് റിലീജിയസ് ഓഫീസർ ഡീൽ ചെയ്തു പോയത്. ഈ പറയുന്ന സാദർ തന്നെയാണ്, എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന സാദർ തന്നെയാണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും മാനേജ് ചെയ്തിരുന്നത്. ആൻഡ് അവിടെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണത്? ഖാസി, ഓഫീസ് ഓഫ് ഖാസി. അദ്ദേഹം സിവിൽ കേസസ് ആണ് മുസ്ലിംസ് എന്ത് ചെയ്യാ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ സിവിൽ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓഫീസ് ഓഫ് ഖാസി ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ റിലീജിയസ് അഫയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സാദർ തന്നെയാണ് ഇവിടുത്തെ റിലീജിയസ് കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഖാസി, പിന്നെ ചീഫ് ഖാസിനെ വിളിക്കുന്ന പേരാണ് ഖാസി ഉൽ ഖസദ്. ഓക്കെ, ഓഫീസ് ഓഫ് ഖാസി എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് പേരാ പറയുന്നത്. ഖാസി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പക്ഷെ റിലീജിയസ് മാറ്റേഴ്സും ഇതും അലൈൻഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. റിലീജിയസ് മാറ്റേഴ്സും ജുഡീഷ്യൽ മാറ്റേഴ്സും അലൈൻ ചെയ്തപ്പോഴും, കാരണം ഇവിടുത്തെ മിക്കവാറും എല്ലാ ജുഡീഷ്യൽ കാര്യങ്ങളും കൺട്രോൾ ചെയ്തത് ഇസ്ലാമിക് ലോനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓഫീസ് ഓഫ് ഖാസിയാണ് സിവിൽ കേസസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അവിടുത്തെ ചീഫ് ഖാസിനെ വിളിക്കുന്ന പേര് ഖാസി ഉൽ ഖുസദ്. അദ്ദേഹമാണ് ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ. ഇനി ലോ ആൻഡ് ജസ്റ്റിസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ, മുസ്ലിംസിനെ ഷരിയ എന്ന് പറയുന്ന അവരുടെ റൂൾസ് വെച്ചിട്ടാണ് അവരെ എന്താ പറയാ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. മുസ്ലിംസിനെ, ഹിന്ദുസിനെ അവരുടെ പേഴ്സണൽ ലോസ് വെച്ചിട്ട്. ഇനി ക്രിമിനൽ കേസസ് ആണെങ്കിൽ അതിന് രാജാവാണ് ഒരു തീരുമാനം എടുക്കുക. മനസ്സിലായോ? അപ്പോൾ സിവിൽ കേസസിന് മുസ്ലിംസിന് ഷരിയ ലോസ് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദുസിനാണെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലോസ് ഉണ്ട്. ക്രിമിനൽ കേസസ് അത് ഹിന്ദുസ് ചെയ്താലും മുസ്ലിംസ് ചെയ്താലും അതിനെ ജഡ്ജ് ചെയ്യാൻ സുൽത്താൻ എന്ത് പറയുന്നു എന്നതിന്റെ ബേസിസിലാണ്. ക്ലിയർ അല്ലേ? റിലീജിയസ് കാര്യം ഞാനിപ്പോ പറഞ്ഞു. ഇനി അടുത്തൊരു ഓഫീസാണ് നമ്മുടെ ദിവാനായി ഇൻഷ. ഇൻഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡഡ് ബൈ ദാബിർ. ഓക്കെ, ഈ ഇൻഷ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്നുമില്ല, കത്തെഴുതുന്ന ഡിപ്പാർട്ട്മെന്റാണ്. കത്തുകൾ എഴുതുന്നതും കൊടുക്കുന്നതും ദൂത് അയക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഡിപ്പാർട്ട്മെന്റിനാണ് ദിവാനായി ഇൻഷ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹെഡഡ് ബൈ ദാബിർ. ഓക്കെ, അടുത്താണ് ദിവാനായി വഖഫ്. അത് റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ്, എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ലാൻഡ്,
ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനായി വഖഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ അണ്ടറിലുള്ള, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വേരിയസ് ഓഫീസസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് മെയിൻ അതോറിറ്റി ആരാണ്? സുൽത്താൻ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ തൊട്ട് താഴെയായിട്ട് ആര് വരും? നായിബ്. അദ്ദേഹം ഈ പറയുന്ന, ഇനി നമ്മൾ താഴെ പറയുന്ന എല്ലാ ഓഫീസസും മെയിൻറ്റെയിൻ ചെയ്ത ഒരു റൂളറാണ്, അല്ല ഒരു ഓഫീസറാണ് നായിബ്. അടുത്ത ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനായി വിസാറത്ത്. വിസാറത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺട്രോൾ ചെയ്യാം വാസിർ. അടുത്ത ദിവാനായി അർസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അരിസ് ഐ മുമാലിക് ആണ് അതിന്റെ ഹെഡ്. ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അത് കൺട്രോൾ ചെയ്യാം ഖാസി എന്ന് പറയുന്ന ആളാണ്. ചീഫ് ഖാസിനെ വിളിക്കുന്ന പേര് ഖാസി ഉൽ ഖുസർ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനായി റസാലത്ത്. അത് റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസാണ്. ഹെഡ് ചെയ്യുന്നത് സാദർ ആണ്. ദിവാനായി ഇൻഷ, കത്തുകൾ കൊടുക്കുകയും അയക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ഹെഡഡ് ബൈ ദാബർ. ഓക്കെ, ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിലീജിയസ് ലാൻഡും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ റിലീജിയസ് ലാൻഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനായി വഖഫ്. ക്ലിയർ ആണല്ലോ. അടുത്തത്, അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് സെൻട്രൽ ഗവൺമെന്റ്. ഇനി പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ, പ്രൊവിൻസിലോട്ട് വന്നു കഴിയുമ്പോൾ അതെങ്ങനെ പോകും നോക്കി കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മുടെ ഈ ഇതിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും താഴെ ഏതാണ്? അതായത് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ അത് വില്ലേജ് ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ ഡിവിഷൻ എന്ന് പറയുന്ന വില്ലേജ് ആണ്. ദാറ്റ് ഇസ് അഡ്മിനിസ്ട്രേഡ് ബൈ മുഖദം ആൻഡ് അല്ലെങ്കിൽ ചൗധരി. ലോക്കൽ ഹെഡിനെയാണ് മുഖദം അല്ലെങ്കിൽ ചൗധരി എന്ന് പറയാം. ഇതിൽ നിങ്ങൾ ഈ പേര് പഠിച്ചു വെക്കണം. ചിലപ്പോൾ എക്സാമിന് ജസ്റ്റ് മുഖദം, ആമിൽ ആർ റിലേറ്റഡ് ടു എന്താണ്? ലോക്കൽ ലെവൽ ഓഫീസേഴ്സ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരും. മുഖദം, ആമിൽ, ഷിക്ദാർ, മുക്തി, ഇവരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു ഓഫീസേഴ്സ് ആണെന്നുള്ള കാര്യം ഏത് ലെവലിലാണെന്നുള്ളതും കൃത്യമായിട്ട് ഇപ്പൊ പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ വില്ലേജ് ആണ് ഏറ്റവും ബേസിക് ഡിവിഷൻ ഓഫ് ലാൻഡ്. അത് അഡ്മിനിസ്റ്റർ ചെയ്ത ആളാണ് മുഖദം അല്ലെങ്കിൽ ചൗധരി. അതാണ് ലോക്കൽ ഹെഡ്. അതിനുശേഷം കുറെ വില്ലേജസ് കൂടി എന്ത് സബ് ഡിസ്ട്രിക്ട് അഥവാ പർഗണ ഫോം ചെയ്യും. അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആളാണ് ആമിൽ അല്ലെങ്കിൽ റവന്യൂ ഓഫീസർ. അടുത്താണ് ഷിഖ്. അതാണ് എന്ത്? ഇപ്പൊ പർഗണ സബ് ഡിസ്ട്രിക്ട്സ്, കുറെ സബ് ഡിസ്ട്രിക്ട് കൂടി വലിയൊരു ഡിസ്ട്രിക്ട് ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഷിഖ് അഥവാ ഡിസ്ട്രിക്ട്, അഡ്മിനിസ്ട്രേഡ് ബൈ ഷിഖ്ദ. അതാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ. അടുത്ത ഇമ്പോർട്ടന്റ്, ലൈക്ക് അങ്ങനെ കുറെ ഡിസ്ട്രിക്ട് കൂടി ഒരു പ്രൊവിൻസ് ഫോം ചെയ്യും. സോ പ്രൊവിൻസിന്റെ മറ്റൊരു പേരാണ് ഇക്ത. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മുക്തി അഥവാ വാലി. ഇക്താദാറും എന്നുള്ള പേരുണ്ട് കേട്ടോ. മുക്തി, വാലി ഓർ ഇക്താദാർ. അദ്ദേഹമാണ് പ്രൊവിൻഷ്യൽ ഗവർണർ. അപ്പൊ ഇതിന്റെ സബ് ഡിവിഷൻസ് എങ്ങനെയാ? അതായത് ആദ്യം ഒരു വില്ലേജ്, അങ്ങനെ പല വില്ലേജ് കൂടി പർഗണ, പല പർഗണാസ് കൂടി എന്ത് വരും? ഷിഖ്. അങ്ങനെ കുറെ ഷിഖ്സ് കൂടിയിട്ട് നമ്മുടെ പ്രൊവിൻസ് അഥവാ ഇക്ത വരും. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം. വില്ലേജസ് ചേർന്ന് പർഗണ, പർഗണാസ് ചേർന്ന് ഷിഖ് അഥവാ ഡിസ്ട്രിക്ട്സ്, കുറെ ഡിസ്ട്രിക്ട്സ് ചേർന്നാണ് ഇക്ത അഥവാ പ്രൊവിൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇതെല്ലാം ഹെഡ് ചെയ്യുന്നവരും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. വില്ലേജിനെ ഹെഡ് ചെയ്യാൻ മുഖദമാണ് അഥവാ ചൗധരി എന്ന് വിളിക്കും. പർഗണനെ ഹെഡ് ചെയ്യുന്ന ആരാണ്? ആമിലാണ്. അതാണ് റവന്യൂ ഓഫീസർ എന്ന് വിളിക്കും. ഷിഖ് അഥവാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഷിഖ്ദാർ ആണ്. ഇക്ത അല്ലെങ്കിൽ പ്രൊവിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മുക്തി അഥവാ വാലിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവാം. ലാൻഡ് എങ്ങനെയായിരുന്നു അവർ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്? അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ പീരീഡിൽ ലാൻഡിനെ മെയിൻ ആയിട്ട് മൂന്നാക്കി തിരിച്ചിരുന്നു. ഒന്ന് ഇക്ത ലാൻഡ്, അടുത്താണ് ഖലീസ ലാൻഡ്, നെക്സ്റ്റ് ഇനാം ലാൻഡ്. ഇക്ത ലാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ എന്താ പറയാ, നോബിൾസിന് കൊടുത്തിരുന്ന ലാൻഡാണ്. സാലറിക്ക് പകരമായിട്ട് നോബിൾസിന് ഒരു ലാൻഡ് കൊടുക്കും. അതാണ് ഇക്ത ലാൻഡ്. അപ്പൊ അവര് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. അവിടുത്തെ ടാക്സ് കളക്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ സാലറി അതിൽ നിന്ന് എടുക്കും. എന്നിട്ട് ബാക്കി സുൽത്താന് കൊടുക്കും. അതാണ് ഇക്ത ലാൻഡ്. ഓക്കെ, അപ്പൊ അലോട്ടഡ് ടു നോബിൾസ് ഇൻ റിട്ടേൺ ഫോർ മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നോബിൾസ് ചെയ്യുന്ന സർവീസിന് സാലറി ആയിട്ട് കൊടുത്താണ് ഇക്ത ലാൻഡ്. അടുത്ത ലാൻഡാണ് ഖലീസ ലാൻഡ്. ഈ ഖലീസ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സുൽത്താന്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള ലാൻഡാണ്. അപ്പം രാജ്യത്തിന്റെ എന്താ പറയാ, ഖജനാവിലെ കാര്യങ്ങൾ നടക്കാനും കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കി രാജാവിനും രാജകൊട്ടാരമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ലാൻഡാണ് ഖലീസ ലാൻഡ്. അപ്പോൾ
ഡയറക്റ്റ് കൺട്രോൾ ഓഫ് സുൽത്താനാണ്. അവിടുന്ന് വരുന്ന എല്ലാ പണവും പിന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസും എല്ലാം നേരെ സുൽത്താന്റെ അടുത്തേക്കാണ് പോവുക. അതാണ് ഖലീസ ലാൻഡ്. അടുത്താണ് ഇനാം ലാൻഡ്. ഇനാം ലാൻഡ് എന്ന് പറഞ്ഞാൽ, ഇനാം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒരു അതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, പ്രൈസ് എന്നൊക്കെയാണ്, ഒരു ഗിഫ്റ്റ്. അപ്പം ഗിഫ്റ്റ് ആയിട്ട്, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാ, ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലാൻഡ്സ് ആർക്കൊക്കെ, സ്കോളേഴ്സ്, സെയിൻസ്, റിലീജിയസ്, ചാരിറ്റബിൾ ട്രസ്റ്റിനൊക്കെ ടാക്സ് ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ലാൻഡിനെയാണ് ഇനാം ലാൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്സിന്റെ അണ്ടറിൽ ലാൻഡിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം: ഇക്ത ലാൻഡ്, ഖലീസ ലാൻഡ്, ഇനാം ലാൻഡ്. ഓക്കെ, ഇക്ത എന്ന് പറഞ്ഞാൽ എന്താണ്, വേറെ ഒന്നല്ല, നോബിൾസിന് അവരുടെ സാലറിക്ക് പകരമായിട്ട് കൊടുക്കുന്ന ലാൻഡാണ് ഇക്ത ലാൻഡ്. അടുത്താണ് ഖലീസ ലാൻഡ്. അത് എന്താണ്, രാജാവിന്റെ അല്ലെങ്കിൽ സുൽത്താന്റെ നേരിട്ടുള്ള അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്ന ലാൻഡാണ്. സുൽത്താനാണ് ഡയറക്റ്റ് ആയിട്ട് അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. ലാസ്റ്റ് ഇനാം ലാൻഡ്, അത് ടാക്സ് ഫ്രീ ലാൻഡാണ്. നോബിൾസിനും സ്കോളേഴ്സിനും സെയിൻസിനും ഒക്കെ ടാക്സ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ലാൻഡ്. ഓക്കെ, പിന്നെ റവന്യൂ കളക്ഷൻ മിക്കവാറും ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ കാശ് ആയിട്ടാണോ അവർ വാങ്ങിച്ചിരുന്നത്. ഒരു പെർമനന്റ് ഓണർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ലാൻഡ് റൈറ്റ്സും പറയുന്ന പോലെ ടെമ്പററി ആയിരുന്നു, ചിലപ്പം തിരിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു സുൽത്താൻ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുത്തിരുന്ന ലാൻഡ് റൈറ്റ് തിരിച്ചെടുക്കും. ക്ലിയർ ആണല്ലോ? ഇനി ആ സമയത്ത് എക്കണോമിക് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരുന്നു ഒരു മേജർ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അഗ്രികൾച്ചർ ആയിരുന്നു ഒരു മെയിൻ ഓക്യുപ്പേഷൻ. ആ സമയത്ത് വീറ്റ്, ബാർലി, റൈസിന് പുറമെ സ്പിനാച്ച്, കുക്കുംബർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ഒക്കെ നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് ധാരാളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഗ്രികൾച്ചർ ഒരു മെയിൻ ഓക്യുപ്പേഷൻ ആയിരുന്നു. സാധാരണ ക്രോപ്സിനോടൊപ്പം ഹോർട്ടിക്കൾച്ചറും ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അർബൻ ഗ്രോത്ത് ഈ സമയത്ത് ധാരാളം അർബനൈസേഷൻ അല്ലെങ്കിൽ ധാരാളം ടൗൺസും സിറ്റീസും ഡെവലപ്പ് ചെയ്തു. അതിന് എക്സാമ്പിൾ ആണ് ഡൽഹി, മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ ഒക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം അഗ്രികൾച്ചർ മെയിൻ ഓക്യുപ്പേഷൻ, അത് കൂടാതെ അർബനൈസേഷൻ നല്ല രീതിയിൽ ഉണ്ടായ ഒരു ടൈം പീരീഡ് ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ. അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻസ് അല്ലെങ്കിൽ സിറ്റീസ് ഓർ ടൗൺസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തൊരു ടൈം. ഓക്കെ, ഇനി ഇവിടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈമിൽ ഇവർക്ക് നല്ല പോലെ അടിപൊളി ട്രേഡ് ഉണ്ടായിരുന്നു. ആരായിട്ട്? വെസ്റ്റ് ഏഷ്യയായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവര് ട്രേഡ് പ്രാക്ടീസ് ചെയ്തിരുന്നു ഡൽഹി സുൽത്താനേറ്റ്സ്. ഓക്കെ, അവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അപ്പം അവിടെ കോട്ടന്റെ ലൈക് കോട്ടൺ ഇൻഡസ്ട്രി, സിൽക്ക് ഇൻഡസ്ട്രി, ഇതെല്ലാം അല്ലെങ്കിൽ സിൽക്ക് ക്ലോത്ത്സ് ഒക്കെ ധാരാളമായിട്ട് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തിരുന്നു. പേപ്പർ, ലെതർ ഇൻഡസ്ട്രീസ് ഒക്കെ ധാരാളം അവിടെ ഡെവലപ്പ് ചെയ്തിരുന്നു ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ. ആൻഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗുജറാത്തിലെ ക്യാമ്പെ എന്ന് പറയുന്ന ഒരു ഏരിയ ആ ഒരു സമയത്ത് ലൈക് ടെക്സ്റ്റൈൽസിനും ഗോൾഡ്, സിൽവർ വർക്ക്സിനും വളരെ ഫേമസ് ആയിരുന്നു. ഗുജറാത്തിലെ ക്യാമ്പെ എന്ന് പറയുന്ന ഒരു ഏരിയ. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ട്രേഡ് പോകുന്നത്. ആൻഡ് ഗുജറാത്തീസ്, മാർവാരീസ് ഒക്കെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡേഴ്സ് ആയിരുന്നു ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈമിൽ. ആൻഡ് അവർ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രേഡ് ഇന്ത്യയിൽ ഇപ്പോഴും ട്രേഡ് അല്ല, ഏറ്റവും കൂടുതൽ ബിസിനസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ നടത്തുന്ന ഒരു വലിയ ബിസിനസ് ക്ലാസ് ആണ് ഗുജറാത്തീസും മാർവാരീസും. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ട്രേഡ്, ഇൻലാൻഡ് ട്രേഡും ഉണ്ടായിരുന്നു, പുറത്തേക്കും ട്രേഡ് ഉണ്ടായിരുന്നു. ഇൻലാൻഡ് ട്രേഡ് ആണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഗുജറാത്തീസും മാർവാരീസും ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എക്സ്റ്റേണൽ ട്രേഡ് ആണ് വെസ്റ്റ് ഏഷ്യയിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ധാരാളം ട്രേഡ് നടന്നിരുന്നു എന്ന് പറയുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് പറയാൻ പറ്റും? റോഡ്സ് ഒക്കെ. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ട്രേഡ് നടക്കണ്ടെങ്കിൽ ഇവർ അത്രയും നന്നായിട്ട് റോഡ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിരുന്നു. ആൻഡ് ഈ പോകുന്ന ട്രേഡേഴ്സിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സറൈസ് അഥവാ റെസ്റ്റ് ഹൗസ് ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത്. അതുപോലെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ കിങ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് സിൽവർ ടങ്ക, കോപ്പർ ജീത്താല് പോലെയുള്ള കോയിൻസ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇനി നമ്മൾ സോഷ്യൽ സ്ട്രക്ചറും സൊസൈറ്റിയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിലും വളരെ പ്രിവലന്റ് ആയിരുന്നു. ബ്രാഹ്മിൺസിനായിരുന്നു അവിടെ സുപ്പീരിയർ പൊസിഷൻ കൊടുത്തിരുന്നത്. വിമന്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തും സതി പോലെയുള്ള പ്രാക്ടീസസ് എന്ത് ചെയ്തു? സതി പോലെയുള്ള പ്രാക്ടീസസ് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിലും ധാരാളം പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. വിമന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിലോ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദു വുമനൊക്കെ
പർദ്ദ ധരിക്കേണ്ടിയിരുന്നു. അപ്പൊ നമ്മൾ ഈ പർദ്ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് മുസ്ലിംസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല. അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദു വുമണും പർദ്ദ ധരിക്കുന്ന ഒരു കസ്റ്റം ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിൽ ഫോളോ ചെയ്തിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ബ്രാഹ്മിൺസിനായിരുന്നു സുപ്പീരിയർ പൊസിഷൻ, പർദ്ദ സിസ്റ്റം ഉണ്ടായിരുന്നു. പർദ്ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ് അല്ലെ അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദു വുമൻ പർദ്ദ ധരിക്കേണ്ടിയിരുന്നു. ഈ ജസിയ ടാക്സ്, ഈ ജസിയ ടാക്സ് നമ്മൾ പറഞ്ഞു നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർ പേ ചെയ്യേണ്ട ടാക്സ് ആണ് ജസിയ ടാക്സ്. അപ്പൊ തുടങ്ങി വെച്ചത് ഐബക് ആണ്. ഐബക് എന്ത് ചെയ്തു? ഐബക് ഐബക് എന്ന് പറഞ്ഞൊരു ഇസ്ലാം റൂളർ അല്ലേ, ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഹിന്ദുസിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ ഭരിക്കണത്. അപ്പൊ ഹിന്ദുസിനെ ഇദ്ദേഹം പ്രൊട്ടക്റ്റഡ് പീപ്പിൾ അഥവാ സിമ്മീസ് എന്ന് വിളിച്ചു. ZIMMIS സിമ്മീസ് അഥവാ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ് ഇദ്ദേഹം ഹിന്ദുസിനെ വിളിച്ചത്. അപ്പൊ ഈ പറയുന്ന കുത്ബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇയാൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ആൾക്കാരിൽ നിന്ന് ഒരു നികുതി പിരിച്ചു. ആ നികുതിനെയാണ് ഈ ജസിയ ടാക്സ് എന്ന് വിളിക്കുക. നോൺ ഇസ്ലാം ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് പിരിച്ചത്. അതിലും ബ്രാഹ്മിൺസിനെ കുത്ബുദ്ദീൻ ഐബക്ക് ടാക്സ് പിടിച്ചപ്പോൾ ബ്രാഹ്മിൺസിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഓക്കെ. പിന്നീട് ഫെറോഷ തുഗ്ലക് ആണ് ഈ പറയുന്ന ജസിയ ടാക്സ് ബ്രാഹ്മിൺസും കൂടെ തരണം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു തെറ്റല്ല, അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാണ്. കുത്ബുദ്ദീൻ ഐബക്കാണ് ജസിയ സിസ്റ്റം കൊണ്ടുവന്നത്. അതായതാണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ, അതായത് നോൺ മുസ്ലിംസിൽ നിന്ന്, മെയിൻ ആയിട്ട് ഹിന്ദുസിൽ നിന്നാണ് ഈ ടാക്സ് പിരിച്ചിരുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ? ആ കുത്ബുദ്ദീൻ ഐബക്ക് അന്നേരം മറ്റേ ബ്രാഹ്മിൺസ് നിന്ന് ടാക്സ് പിടിച്ചിരുന്നില്ല. പിന്നീട് ഫെറോഷ തുഗ്ലക് ആണ് ഈ പറയുന്ന ബ്രാഹ്മിൺസിനെയും കൂടെ ജസിയ ടാക്സിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫെറോഷ തുഗ്ലക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മിൺസും ജസിയ ടാക്സ് പേ ചെയ്യേണ്ട അവസ്ഥ. ക്ലിയർ അല്ലേ? ഇനി സ്ലേവറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം സ്ലേവ്സ് ഈ ഒരു ടൈം പീരീഡിൽ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫെറോഷ തുഗ്ലക്കിന്റെ സമയത്ത് സ്ലേവ്സ് ധാരാളം ഉണ്ടായിരുന്നു. ഓക്കെ. കാരണം അദ്ദേഹം ഓരോ യുദ്ധം ചെയ്യും, യുദ്ധത്തിൽ തോൽക്കുന്നവരൊക്കെ ഇദ്ദേഹത്തിന്റെ സ്ലേവ്സ് ആക്കും. അപ്പൊ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ 1,80,000 സ്ലേവ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നോ ഇന്റർമാരേജ് ബിറ്റ്വീൻ ഇന്ത്യൻ മുസ്ലിംസ് ആൻഡ് ഫോറിൻ ബോൺ തുർക്സ് ഓർ അഫ്ഗാൻസ്. അപ്പൊ ഇവിടെയുള്ള മുസ്ലിംസിൽ തന്നെ ഇപ്പം ഈ നമ്മുടെ ആ ഒരു സമയത്ത് ഒത്തിരി മുസ്ലിംസ് ഇന്ത്യയിലുണ്ട്. ആൻഡ് ആ മുസ്ലിംസ് തമ്മിൽ ഇന്റർ മാരേജസ് സമ്മതിച്ചിരുന്നില്ല. കാരണം കുറെ മുസ്ലിംസ് ഇന്ത്യൻ ഒറിജിനാണ്, കുറെ പേര് തുർക്കിഷ് ഒറിജിനാണ്, കുറെ പേര് ഇറാനിയൻ ഒറിജിനാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പല എത്നിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവര് തമ്മിലൊരു ഇന്റർ മാരേജസും സമ്മതിച്ചിരുന്നില്ല. മനസ്സിലായോ? ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പം സോഷ്യൽ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം വളരെ പ്രിവാലന്റ് ആയിരുന്നു. അതുപോലെ വിമന്റെ അവസ്ഥ മോശമായിരുന്നു. സതി പോലുള്ള പ്രാക്ടീസസ് അന്നും ഉണ്ടായിരുന്നു. അതുപോലെ അപ്പർ ക്ലാസ് വിമൻ പർദ്ദ ധരിക്കണമായിരുന്നു. പിന്നെ ജസിയ ടാക്സ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവരുടെ ജസിയ ടാക്സ് പിരിച്ചിരുന്നു. ഫെറോഷ തുഗ്ലക്ക് വന്നപ്പോൾ ബ്രാഹ്മിൺസിനെയും കൂട്ടി ഈ കൂട്ടത്തിൽ കൂട്ടി. അതുവരെ ബ്രാഹ്മിൺസ് ടാക്സ് പേ ചെയ്യേണ്ടിയിരുന്നില്ല. ഓക്കെ. അടുത്തത് ധാരാളം സ്ലേവ്സ് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അതുപോലെ എന്താണ്, മുസ്ലിംസിന് തമ്മിൽ മാരേജ്, ലൈക്ക് പല ഒറിജിനിലുള്ള പല എത്നിക് കമ്മ്യൂണിറ്റി പെടുന്ന മുസ്ലിംസിന് തമ്മിൽ മാരേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ക്ലിയർ അല്ലേ? അടുത്താണ് ഡൽഹി സുൽത്താനേറ്റിന് ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവരാണ് ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ആരാണ്? ഡൽഹി സുൽത്താനേറ്റ്സ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ആർക്കിടെക്ചറൽ എലമെന്റ്സും കൂടെ ഫ്യൂസ് ചെയ്ത ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചസിനും ഡോംസിനും മിനാരത്തിനും ഒക്കെ പല ഷേപ്പ് ആയിരുന്നു. അത് ഇവർ ഓരോ ഡൽഹി സുൽത്താനേറ്റിലും ഓരോ ഡൈനാസ്റ്റിയും ഈ പറയുന്ന ആർച്ചസിനും ഡോംസിനും ഒക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ സയ്യിദും ലോധിയും പഠിച്ചിട്ട് പറഞ്ഞു ഡോംസ് ഒക്കെ ഒക്ടഗണൽ ഷേപ്പിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ ഒന്നുകൂടെ കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയും. ഓക്കെ. മറ്റ് ഇവര് കൺസ്ട്രക്ട് ചെയ്ത നോട്ടബിൾ മോണിമെന്റ്സ് ആണ് കുത്തബ് മീനാർ, അലൈ ദർവാസ, തുഗ്ലക്കാബാദ് ഫോർട്ട് ഒക്കെ. ക്ലിയർ ആണല്ലോ? പിന്നെ ന്യൂ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും ബാക്കി ഓരോ ഇതിന്റെ ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ, അതായത് ആർട്ട് ആൻഡ് കൾച്ചറിലെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആർക്കിടെക്ചറിൽ നമ്മൾ നോക്കും. ലിറ്റററി ഇപ്പൊ ജസ്റ്റ് ഒന്ന്
ചെയ്തു നോക്കിയ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ആണ്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റ് ആണല്ലോ ഇത് കൊണ്ടുവന്നത്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ടോംസിലും ആർച്ചസിലും ഒക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത്. പിന്നെ അവർ കൊണ്ടുവന്നു അല്ലെങ്കിൽ അവർ കൺസ്ട്രക്ട് ചെയ്ത ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻസ് ഓർത്ത് വെക്കാം. അടുത്താണ് ഇവരുടെ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ വർക്ക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പേർഷ്യൻ ലിറ്ററേച്ചറിന് ധാരാളം അല്ലെങ്കിൽ പേർഷ്യൻ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. പേർഷ്യൻ ലാംഗ്വേജ് ആണ് ഇവരുടെ കോർട്ടിലാണെങ്കിലും ലിറ്ററേച്ചറിലാണെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൊക്കെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പേർഷ്യൻ ലാംഗ്വേജ്. ഇനി മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഓതേഴ്സ് ആരൊക്കെയാണ്? അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറണി, മിൻഹാജ് സിറാജ്, ഇവരൊക്കെയാണ് മേജർ ഓതേഴ്സ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡിലുള്ള മെയിൻ ഓതേഴ്സ് ആണ് അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറണി ആൻഡ് മിൻഹാജ് സിറാജ്. ക്ലിയർ ആണല്ലോ? അടുത്താണ് ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് നോക്കിയാൽ ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് കോർട്ട് ലൈഫ്, അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ക്യാമ്പയിൻസ് എല്ലാം ഇവരുടെ ആ ഒരു ബുക്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കോർട്ടിൽ നടന്ന കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളും മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ വ്യക്തമായിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഇനി മ്യൂസിക്കിലേക്കും കൾച്ചറിലേക്ക് ഇവർ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അമീർ ഖുസ്രുവിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. അമീർ ഖുസ്രു എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു പുതിയ മ്യൂസിക് ഫോം കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ഖവാലി. അത് ഇന്ത്യൻ ഇറാനിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ പേർഷ്യൻ മ്യൂസിക്കൽ എലമെന്റ്സ് ചേർത്തൊരു പുതിയ മ്യൂസിക്കൽ ഫോമാണ് ഖവാലി എന്ന് പറയുന്നത്. തരണ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ അമീർ ഖുസ്രു. സോ പേർഷ്യൻ ഇസ്ലാം അല്ലെങ്കിൽ പേർഷ്യൻ ഇന്ത്യൻ മ്യൂസിക്കൽ ട്രഡീഷന്റെ ഒരു ബ്ലെൻഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളാണ് അമീർ ഖുസ്രു. അതുപോലെ ഖവാലി, തരണ എന്ന് പറയുന്ന പുതിയ മ്യൂസിക് ഫോംസ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് സിതാർ. ഓക്കെ. പിന്നെ ഇദ്ദേഹം പുതിയ പുതിയ രാഗങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ പുതിയ പുതിയ രാഗങ്ങൾ കണ്ടുപിടിച്ചതിനും അമീർ ഖുസ്രുവിന് ഒരു പങ്കുണ്ട്. ഓക്കെ. അപ്പം ഖവാലി, തരണ എന്ന് പറഞ്ഞ ന്യൂ മ്യൂസിക്കൽ ഫോംസ്, സിതാർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ പുതിയ പുതിയ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ പുതിയ പുതിയ രാഗങ്ങളും അമീർ ഖുസ്രു കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം ആണ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ ഇന്ത്യൻ എലമെന്റ്സ് മിക്സ് ചെയ്തൊരു മ്യൂസിക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോ ഇതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു സമ്മറിയാണ് ഈ ക്ലാസ്. അങ്ങനെ ഇതോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ടോപ്പിക് ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ചോദിക്കുക. ഇതുവരെയുള്ള ടോപ്പിക് നല്ല പോലെ റിവൈസ് ചെയ്തിട്ട് വേണം ഇനി വരുന്ന ക്ലാസ് നിങ്ങൾ കേൾക്കാനായിട്ട്. ഓക്കെ. താങ്ക് യു.